27 സ്റ്റേറ്റും 8 യൂണിയൻ ടെറിട്ടറീസിലും CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായിട്ടാണ് അലയൻസിലാണ്. ഇവിടെയും അവരൊരു അലയൻസിലാണെന്ന് എനിക്കൊരു സംശയമില്ല, സാധാരണ മലയാളിക്കൊരു സംശയമില്ല. ഇതൊരു നാടകമാണ്. ഇത് 3-4 മാസം മുമ്പേ സുവോമോട്ടോ കേസ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് എലക്ഷൻ്റെ 4 ദിവസം മുമ്പേ ഈ അറസ്റ്റിൻ്റെ ഒരു നാടകം ചെയ്യുമ്പോൾ അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. ഞാൻ അതിൻ്റെ ഉത്തരം തരാം. ശബരിമല കൊള്ളയെന്ന് എങ്ങനെയെങ്കിലും ശ്രദ്ധ തിരിക്കണം എന്നാണ് മുഖ്യമന്ത്രിൻ്റെയും ദേവസ്വം മന്ത്രി വാസവൻ്റെയും കടകംപള്ളി സുരേന്ദ്രൻ്റെയും ആവശ്യം. അതുകൊണ്ടാണ് ഈ ഡ്രാമ. ഇതെല്ലാം പണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു, ചെയ്തില്ല. എന്തുകൊണ്ടെന്ന് നിങ്ങൾ ചോദിക്കണം. എനിക്കതിനെക്കുറിച്ച് ഒരു അഭിപ്രായമുണ്ട്, അത് ഞാൻ പറഞ്ഞു. എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയാണോ ഉള്ളത്? കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനോട് ഉൾപ്പെടെ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ഈ പ്രാധാന്യമുള്ള വിഷയമാണെന്നും പക്ഷേ താങ്കൾ പറഞ്ഞ കാര്യം കേട്ടില്ലെന്നുമാണ്. അല്ല, ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ്. ഞാനിപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ്. അപ്പം ഞാൻ പറയുന്നു, അപ്പോൾ അതാണ് പാർട്ടിന്റെ അഭിപ്രായം. ശബരിമല കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും മറ്റൊക്കെ വൈകിപ്പിച്ചതിനെ എങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്? 100% അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇന്നും പറയുന്നു. 100%. ജില്ലയിലെ 123 സ്ഥലത്ത് BJPക്ക് സ്ഥാനാർത്ഥി അല്ല, അത് ഓക്കെ, ഞങ്ങൾ ട്രൈ ചെയ്തു. അത് ചില സ്ഥലത്ത് അങ്ങനെ ഞങ്ങൾ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. ഞാൻ ആദ്യം മുതൽ പറഞ്ഞു, അത് CPM-ഉം കോൺഗ്രസ് അല്ലേ പെർഫെക്റ്റ് പാർട്ടീസ് അല്ലേ. ഞങ്ങൾ ഇത് ഒരു നല്ല അറ്റംപ്റ്റ് നടന്നു. 21,065 കാൻഡിഡേറ്റ്സ് 23,000 വാർഡിൽ ഞങ്ങൾ മത്സരിപ്പിക്കുന്നു. അത് ഞങ്ങൾ ഒരു വലിയൊരു ചാട്ടമാണ്, വലിയൊരു ലീപ്പ് ഫോർവേഡാണ്. ചില ഏരിയയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്, ആ ഒരു വീഴ്ചയുണ്ട്. അത് ഞങ്ങൾ നോക്കും, പരിശോധിക്കും. ഇനി നിയോജക മണ്ഡല ഇലക്ഷനിൽ അതെല്ലാം ഞങ്ങൾ പരിഹരിക്കും. മുഖ്യമന്ത്രിക്കാണ് EDയുടെ നോട്ടീസ് വരുന്നത്. അങ്ങേയറ്റം ഗുരുതരമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് മസാല ബോർഡ് വിഷയത്തിൽ BJP ഇതിന് ഏത് തരത്തിലാണ് എന്താ ഇഷ്യൂ? നോട്ടീസിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു? അപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിക്കെതിരെ തുടരന്വേഷണം വേണ്ടതല്ലേ ഈ വിഷയത്തിലേക്ക്? അത് നടക്കില്ലോ, അത് ED ചെയ്യല്ലോ, അന്വേഷണം നടത്തും. എന്താ അതെല്ലാം പറയും. അതിപ്പോ ഇന്നലെ മിനിഞ്ഞാന്ന് നാഷണൽ ഹെറൽഡിനെ കുറിച്ച് കോൺഗ്രസ് പറയും. അങ്ങനെ നാഷണൽ ഹെറൽഡും കോൺഗ്രസ് അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എപ്പോൾ നടക്കണം, എങ്ങനെ നടക്കണം എന്ന് അവരല്ല തീരുമാനിക്കേണ്ടത്. അത് അക്യൂസ്ഡ് അല്ല തീരുമാനിക്കേണ്ടത്, അവർ തീരുമാനിക്കണം. അവർ ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻസ് ആണ്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻസ് ആണ്, അക്കൗണ്ടബിൾ ആണ്. അവരുടെ നടപടികൾ അവർ ചെയ്യും. അപ്പോൾ അതിനിപ്പോ കോൺഗ്രസ്സുകാർക്ക് സന്തോഷമല്ല, CPM-കാർക്ക് സന്തോഷം, അതിന് വേണ്ടിയിട്ടല്ലല്ലോ ED ഇവിടെ ഇരിക്കുന്നത്. ED അല്ലെങ്കിൽ CBI. അല്ല, നോക്കൂ, ഇതില് ഒരു നറേറ്റീവ് സൃഷ്ടിക്കാൻ എല്ലാവരും ശ്രമിക്കും. പക്ഷേ ഇതിൽ തെറ്റ് ഇല്ല എന്ന് സ്ഥാപിക്കാൻ അവർക്കൊരു അവസരം കിട്ടും. അവർ കോർട്ട് പോട്ടെ, പറയട്ടെ. ഇത് റൂൾ ഓഫ് ലോ ആണ്. എല്ലാവർക്കും ഒരു അവകാശമുണ്ട് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ. അവർ ഡിഫെൻഡ് ചെയ്യട്ടെ. അതെല്ലാം നോക്കൂ, ഇതെല്ലാം എത്രയോ കാലമായിട്ട് കേൾക്കുന്നതാണ്. എനിക്ക് ഇതിനെ കുറിച്ച് പറയാനൊന്നുമില്ല. ഇതെല്ലാം എല്ലാം പൊളിഞ്ഞു കിടക്കുന്ന ഒരു നറേറ്റീവ് അല്ലേ. ഒരു കേസ് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഇതിൽ എത്രയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ മസാല ബോണ്ട് എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയൊരു പൊളിറ്റിക്കൽ വിദ്വാൻ അല്ലെങ്കിലും എന്തുകൊണ്ട് ആർക്കാണ് 21 കോടി ഫീസ് കൊടുത്തത്? അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ. എന്തുകൊണ്ട് ഒരു മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാശ് റേസ് ചെയ്യുന്നു, ഇവിടെ കാശില്ലേ? എത്രയോ സംസ്ഥാനങ്ങൾ ഇവിടെ ബോണ്ട് റേസ് ചെയ്യുന്നു. ഇതെന്താണ് ഒരു പ്രത്യേക ഒരു അർജൻസി? അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ. അത് അവർക്കൊരു മറുപടി ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇത് ചോദിക്കാൻ പാടില്ല എന്ന് പറയണം, അത് പറയാൻ പാടില്ലല്ലോ. ഇതിലൊരു ഇറഗുലാരിറ്റി പ്രൈമ ഫേസി ഉണ്ട്. ഇത് ആരോട് ചോദിച്ചാലും എന്തുകൊണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ഇവിടുന്ന് കാശ് ബോറോ ചെയ്യുന്നില്ല? കാരണം ഞാൻ പറഞ്ഞുതരാം എൻ്റെ അഭിപ്രായം. ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഒരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കർണാടകയാണോ, തെലങ്കാനയാണോ, മഹാരാഷ്ട്രയാണോ, തമിഴ്നാടാണോ, ഇവരെല്ലാം ഗവൺമെന്റ്സ് അല്ലേ. അവരെല്ലാം മസാല ബോണ്ടാണോ റേസ് ചെയ്യുന്നത്? അവർ ഇവിടുന്ന് ബാങ്കിൽ നിന്ന് കാശ് എടുക്കുന്നു. അവർക്ക് ഈ കമ്മീഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതൊരു ചോദ്യമാണ്, ഒരു ലെജിറ്റിമേറ്റ് ചോദ്യമാണ്. അതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാ, തോമസ് ഐസക് പറയാ. അതല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഇത് ഇലക്ഷന് കാരണമാണ്, ഇത് രാഷ്ട്രീയമാണെന്ന് അതെല്ലാം പണ്ട് കാലത്തെ ഒരു മിസ്ഇൻഫർമേഷൻ ഡൈവേർട്ട് ചെയ്യാനൊരു ശ്രമം. എല്ലാവർക്കും ഒരു അവകാശമുണ്ട് ചോദിക്കാൻ. ഇത് എവിടെ പോയി കാശ്? 21 കോടി എവിടെ പോയി? ആർക്ക് കൊടുത്തു? എന്തിനു കൊടുത്തു? ഒരു ചോദ്യം. അത് മറുപടി തരട്ടെ.